ഹായ് മിസ്റ്റർ വിവേക് രാജ്, എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ ആലപ്പുഴ. ആലപ്പുഴ A square plus B square എന്നാന്നറിയോ? A plus B the whole square. A plus B the whole square is equal to A square plus B square plus 2AB. Very good, correct. ശരി, അപ്പൊ എന്താണ് ശരിക്കും ചെയ്യുന്നത്? എന്നെ ചെയ്യാൻ പോകുന്നത്? നമ്മൾ നമ്പേഴ്സ് കൊണ്ട് മാജിക് കാണിക്കും. ഓക്കെ. പക്ഷേ ഇതിനകത്ത് മാജിക് ഒന്നുമില്ല. നമ്മൾ പ്യുവർ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ അത് ഉപയോഗിച്ചുകൊണ്ട് മാത്രം നമ്മൾ മാജിക്. അപ്പൊ ഇതൊക്കെ അറിയാവുന്ന ഒരാൾ വേണ്ട അടുത്ത് നിൽക്കാൻ. അതെ. ബാലചേട്ടൻ, ആർ യു റെഡി? കാൽക്കുലേറ്റർ എടുത്ത് വൈകിട്ടോ? കാൽക്കുലേറ്റർ ഒന്നും നടക്കത്തില്ല, അതിനെക്കാട്ടില്ല. ബാലചേട്ടൻ വിൽ ഹെൽപ്പ് യു ഇൻ ഐ ഓൾസോ ഹെൽപ്പ് പറ്റുകയാണെങ്കിൽ രീതിയിൽ. ഓക്കെ, റെഡി? ഇപ്പോൾ സാധാരണ നമ്മൾ വേൾഡിൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള ഹ്യൂമൻ കാൽക്കുലേറ്റർ എന്നറിയപ്പെടുന്നത് ഞങ്ങളുടെ അജയൻ ചേട്ടനെ പോലെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡർ ആയിട്ടുള്ള അമേരിക്കക്കാരനായിട്ടുള്ള സ്കോട്ട് ഫ്ലാൻസ്ബർഗ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റേജ് ഷോസിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, അദ്ദേഹം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോഴേക്കും ടു ഡിജിറ്റ് നമ്പേഴ്സാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ. അത് 97 into 43. പക്ഷെ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് 3 നമ്പേഴ്സ് ഒരുമിച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അതിനേക്കാൾ ഒരു സ്റ്റെപ്പ് കൂടെ കൂട്ടിയാണ് ചെയ്യാൻ പോകുന്നത്. ഇത് റെക്കോർഡിന് ശ്രമിച്ചിട്ടുണ്ടോ? നാദൃഷിക, അതിനു മുമ്പ് എനിക്കൊരു ഈ ഒരു വേദി എൻ്റെ ഒരു ഭാഗ്യവേദിയാണ്. അത് നാദൃഷിക്കയുടെയൊക്കെ എനിക്ക് അതിനോടൊരു നന്ദിയും കൂടെ പറയാനുണ്ട്. കാരണം ഞാൻ 2016 നാഷണൽ റെക്കോർഡ് ലിംക ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ നേടുന്നത്. 2016 തൊട്ട് 2022 വരെ ഞാൻ ഗിന്നസ് വേൾഡ് റെക്കോർഡിന് ശ്രമിച്ചുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. ഈ 6 വർഷ കാലയളവിൻ്റെ ഇടയ്ക്ക് 12 തവണ ഞാൻ ശ്രമിച്ചു. 12 തവണയും എൻ്റെ ആപ്ലിക്കേഷൻസ് റിജക്റ്റ് ആയി. ഇനി ഗിന്നസ് എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. എൻ്റെ പേരിൻ്റെ മുമ്പിൽ ഒരിക്കലും ഗിന്നസ് എന്ന് വെക്കാൻ പറ്റത്തില്ലെന്ന് കരുതി ഞാൻ ഉപേക്ഷിച്ചിരിക്കുമ്പോഴാണ് ഫിറോസിക്ക എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, ഇതുപോലെ കോമഡി മാസ്റ്റേഴ്സിലൊരു എപ്പിസോഡിന് വരണമെന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും എൻ്റെ കണക്ക് പുസ്തകങ്ങളൊക്കെ തുറന്നു, വീണ്ടും പ്രാക്ടീസ് ചെയ്ത് വന്ന് കോമഡി മാസ്റ്റേഴ്സിൽ ഞാൻ ഫസ്റ്റ് എപ്പിസോഡ് ചെയ്തു. ആ എപ്പിസോഡ് കണ്ട് ഒരുപാട് പേര് എൻ്റെ അടുക്ക് ഫോണിലൂടെയും മെസ്സേജായിട്ടും ഒക്കെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഗിന്നസ് ബുക്കിൽ അറ്റംപ്റ്റ് ചെയ്യണം. അങ്ങനെ ഞാൻ വീണ്ടും ട്രൈ ചെയ്തു. ഇത്തവണ ഞാനൊന്ന് മാറ്റിപ്പിടിച്ചു. മൈൻഡ് കാൽക്കുലേഷൻ വിട്ട് നമ്പർ മെമ്മറൈസിങ്ങിൽ ആണ് ഞാൻ അറ്റംപ്റ്റ് ചെയ്തത്. അതിനെനിക്ക് പ്രചോദനമായൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ഗൂഗിൾ പേയും ഫോൺ പേയും ഒക്കെ ഉണ്ട്. ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അതൊന്നുമില്ല. കടയിൽ പോയി റീചാർജ് ചെയ്യുന്ന പരിപാടിയേ ഉള്ളൂ. ഇപ്പം എൻ്റെ കോളേജിലെ സീനിയേഴ്സൊക്കെ എന്നെ റാഗ് ചെയ്യുന്നൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കടയിൽ പെൺകുട്ടികൾ ഫോൺ നമ്പർ പറയാൻ പോരുമ്പോഴേക്കും എന്നെ കൊണ്ട് പുറകെ നിർത്തും. ഞാനൊന്നും അറിയാത്ത പോലെ ഒന്ന് പുറകെ നിൽക്കും. ഇവരെ നമ്പർ പറയുമ്പോൾ ഞാൻ ക്യാച്ച് ചെയ്ത് തീർക്കും. അങ്ങനെ Alina, arrest him. This is wrong. പക്ഷെ അത് എനിക്ക് ഇവിടെ ഗുണമായി. കാരണം എനിക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൽ നമ്പർ മെമ്മറൈസിംഗിൽ അവർ തന്ന ടാസ്ക് എന്ന് പറയുന്നത് നമ്പർ സീക്വൻസ് മെമ്മറൈസ് ചെയ്യാനാണ്. നമ്പർ മെമ്മറൈസ് ചെയ്യാൻ ഒരു റാൻഡം നമ്പർ ജനറേറ്ററിൽ നിന്ന് അവര് കോടിക്കണക്കാനാകുന്ന നമ്പേഴ്സ് നമ്മുടെ മുമ്പിലോട്ട് ഇട്ട് തരും. 4 സെക്കൻഡ് സമയം കൊണ്ട് ഏറ്റവും വലിയ നമ്പർ സീക്വൻസ് മെമ്മറൈസ് ചെയ്യുന്ന ആളെന്നുള്ള റെക്കോർഡിനാണ് ഞാൻ അറ്റംപ്റ്റ് ചെയ്തത്. അത് ലോകത്തിൽ ആ റെക്കോർഡ് നിലവിലുണ്ടായിരുന്നത് ഇറാൻ സ്വദേശിയായിട്ടുള്ള ഓർമ്മശക്തിയുടെ സുൽത്താൻ എന്നറിയപ്പെടുന്ന മുർത്തേസ ജാവേദ് അഹമ്മദാബാദി എന്ന് പറഞ്ഞ വ്യക്തിക്കായിരുന്നു ആ റെക്കോർഡ്. അദ്ദേഹം 4 സെക്കൻഡ് കൊണ്ട് 27 ഡിജിറ്റുള്ള നമ്പറാണ് മെമ്മറൈസ് ചെയ്തത്. ഞാനത് 28 ഡിജിറ്റായിട്ട് പറഞ്ഞു ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടി. അതാണ് നമ്മുടെ ഈ ഫ്ലോറിന്റെ ഒരു ഐശ്വര്യം എന്ന് പറയുന്നത്. അതാണ്. അതെ, തീർച്ചയായിട്ടും. അപ്പൊ എന്നെ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ഇപ്പൊ 3 മാസ്റ്റേഴ്സ് റെഡിയാണ്. അതെ, അപ്പൊ ഞാൻ പറഞ്ഞു തുടങ്ങിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കോട്ട് ഫ്ലാൻസ്ബർഗിന്റെ അറ്റംപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാ പറഞ്ഞത്. സ്കോട്ട് ഫ്ലാൻസ്ബർഗ് 2 ഡിജിറ്റ് നമ്പേഴ്സാണ് മൾട്ടിപ്ലൈ ചെയ്തിരുന്നത്. 2 ഡിജിറ്റ് നമ്പേഴ്സ് ആണ് മൾട്ടിപ്ലൈ ചെയ്തത്. പക്ഷേ ഇവിടെ 3 ഡിജിറ്റ് വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. അതെ, ഞാൻ 3 ഡിജിറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. പക്ഷെ അതിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഡിജിറ്റ് into 2 digit into 1 digit. 2 digit into 2 digit into 1 digit. ഓക്കെ. ലാസ്റ്റ് പറയുന്ന ആൾ 1 ഡിജിറ്റ്. പക്ഷെ നമ്മളിത് നോർമലായിട്ട് ചെയ്യുമ്പോഴേക്കും നമ്മൾ പേനയും പേപ്പറും എടുത്ത് നമ്മൾ 3 അതായത് 2 ഡിജിറ്റ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തന്നെ 3 സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ കിട്ടത്തുള്ളൂ. പിന്നീട് ഒരു നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കും 4 സ്റ്റെപ്പ് ആവും. ആ സംഭവമാണ് ഞാൻ ഒറ്റയടിക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ മാസ്റ്റേഴ്സ് ചെയ്യുന്ന ഹെൽപ്പ് എന്ന് പറയുന്നത്, ഇഫ് ഇറ്റ് സ്റ്റാർട്ടിംഗ് ഫ്രം ബാലചേട്ടൻ 2 ഡിജിറ്റ് പറയാ, പക്രുചേട്ടൻ 2 ഡിജിറ്റ് പറയാ, ഇക്ക ജസ്റ്റ് 1 ഡിജിറ്റ് പറയാം. അപ്പൊ നമുക്ക് തുടങ്ങാം. പക്ഷെ തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ, ഇത് കറക്റ്റ് ആണോ എന്നുള്ളത് അറിയണ്ടേ? അതെ, നമുക്കൊരു കാൽക്കുലേറ്റർ ഇവിടെ നമുക്ക് ഫോക്കസ് ചെയ്യും. നന്നായി. അപ്പൊ ഞാൻ അത് നോക്കി പറയാം കറക്റ്റ് ആണോ അല്ലെന്നുള്ളത്. യെസ്, അപ്പൊ നമുക്ക് ആ കാൽക്കുലേറ്ററും കൊണ്ട് നമുക്കൊന്ന് വിസിബിൾ ആവുന്ന രീതിയിൽ നിൽക്കാം. റെഡി? അജിയുടെ ഒരു 2 ഡിജിറ്റ് നമ്പർ 92 into 69 50784. 50784. That's the right answer. Super. Okay, ശരി. അപ്പൊ നമുക്ക് ഇനി എന്താണ് കാണാൻ പറ്റുന്നത്? നമുക്ക്
നമുക്ക് 3 ജഡ്ജസിനും ഞാനിപ്പോൾ ഓരോ പ്ലക്കാർഡ്സ് കൊടുക്കുവാണ്. നമ്മുടെ മാസ്റ്റേഴ്സിന് പ്ലക്കാർഡ്സ് തരാൻ പോവാണ്. അതിൽ മാസ്റ്റേഴ്സ് ഇഷ്ടമുള്ള 2 ഡിജിറ്റ് നമ്പേഴ്സ് എഴുതാം. ഓക്കെ. എനിക്ക് ആ നമ്പേഴ്സ് അറിയത്തില്ല. ഓക്കെ, ആ നമ്പേഴ്സ് എല്ലാം ഞാൻ ഐഡന്റിഫൈ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, പ്രെഡിക്റ്റ് ചെയ്യുന്ന പോലെ. അപ്പോൾ ഞാൻ ആദ്യം ബാലചേട്ടൻ പറയുന്ന നമ്പർ, ആ നമ്പറിനെ കണ്ടിന്യൂസ്ലി ആ നമ്പറിൻ്റെ കൂടെ തന്നെ വീണ്ടും വീണ്ടും ആഡ് ചെയ്യാൻ പോയി. ഇപ്പോൾ ബാലചേട്ടൻ ചിന്തിക്കുന്ന നമ്പർ 79 ആണെന്ന് വിചാരിക്കുക. 79 + 79 ചെയ്യും, പിന്നെ ആ 158 കിട്ടും. 158 + 158 ചെയ്യും, പിന്നെ 316 + 316 ചെയ്യും. അങ്ങനെ കണ്ടിന്യൂസ്ലി ആഡ് ചെയ്ത് ഒരു 6 ഡിജിറ്റ് നമ്പർ ആകുന്നത് വരെ അത് ആഡ് ചെയ്യും. ആ 6 ഡിജിറ്റ് നമ്പർ നോക്കിയിട്ട് ഞാൻ ഈ സ്റ്റെപ്പ് മുഴുവൻ തിരിച്ച് റീട്രേസ് ചെയ്ത് ബാലചേട്ടൻ ചിന്തിച്ച നമ്പറിലോട്ട് എത്തും. ഇത് ഇത്രയും പറഞ്ഞിട്ട് പോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല എനിക്ക്. അപ്പൊ ഇനി ഇത് ചെയ്തു വരുമ്പോ എന്താവും എന്നുള്ളതാണ്. ആക്ടായിട്ട് ചെയ്ത് കാണിക്കുമ്പോൾ കുറച്ചുകൂടെ. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും പ്ലക്കാർഡ്സ് കൊടുക്കാം അല്ലേ? ഓക്കെ, മാസ്റ്റേഴ്സിനുള്ള പ്ലക്കാർഡ്സ് ഒന്ന് കൊടുക്കാവോ? ഒരു വൈറ്റ് പേപ്പർ ഇപ്പൊ തന്നിട്ടുണ്ട്, അതിലും ആ സെയിം നമ്പർ ഇടണം. പ്ലക്കാർഡിലും വലുതാക്കിയും ആ സെയിം നമ്പർ എഴുതണം. എന്നിട്ട് കാണിക്കേണ്ട അവിടെ തന്നെ വെക്കാം. ആ വൈറ്റ് പേപ്പർ നമുക്ക് തിരിച്ച് റിട്ടേൺ ചെയ്യാം അല്ലേ? യെസ്. ഓക്കെ, അപ്പൊ എന്തായാലും പ്ലക്കാർഡ്സിൽ അവർ 3 പേരും നമ്പേഴ്സ് എഴുതി കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും 2 ഡിജിറ്റ് നമ്പേഴ്സ് ആണ് എഴുതിയിരിക്കുന്നത്. ഇനി വാട്ട് യു ഗോണ ഡു ഇസ് ലൈക്ക് ഈ 2 ഡിജിറ്റ്സിനെ എല്ലാത്തിനും കൂടെ കണ്ടിന്യൂസ്ലി ആഡ് ചെയ്യാൻ പോവുകയാണ്. അത് ടെക്നീഷ്യനാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും നേരം ഞാൻ കണ്ണടച്ച് പിടിക്കുകയാണ്. ആ കണ്ടിന്യൂസ്ലി ആഡ് ചെയ്ത് 6 ഡിജിറ്റ് നമ്പർ, അപ്പോൾ ബാലചേട്ടൻ എഴുതിയ നമ്പറിനെ കണ്ടിന്യൂസ്ലി ആഡ് ചെയ്ത് 6 ഡിജിറ്റ് നമ്പറായി കഴിയുമ്പോൾ മാത്രമേ ഞാൻ സ്ക്രീനിലോട്ട് നോക്കത്തുള്ളൂ. ഓക്കെ, ആ 6 ഡിജിറ്റ് നമ്പർ നോക്കിയിട്ട് സ്റ്റെപ്സ് റീട്രേസ് ചെയ്ത് ബാലചേട്ടൻ ചിന്തിച്ച ആ നമ്പർ, പ്ലക്കാർഡിൽ എഴുതിയ നമ്പർ ഞാൻ അങ്ങോട്ട് പറയും. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യാവോ? ഇങ്ങനെ തന്നെ നിന്നാ മതി. ഓക്കെ, നമുക്കും കൂടി ഇത് അറിയണമല്ലോ, അത് നമ്മൾ കാണണം, നമ്മുടെ പ്രേക്ഷകർക്കും കാണണം. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമുക്ക് ഇവിടുത്തെ കാൽക്കുലേറ്ററിൽ തന്നെ നമുക്കത് ക്രോസ് ചെക്ക് ചെയ്ത് പോകാം. ഓക്കെ, ആദ്യം ബാലചേട്ടൻ എഴുതിയിരിക്കുന്ന നമ്പർ ഏതാന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ദിസ് ഇസ് ദ നമ്പർ. ഇനി ഇത് നമ്മൾ 6 ഡിജിറ്റ് ആകുന്നതിന് വരെ ആഡ് ചെയ്യാൻ പോവാണ്. സോ ഈ നമ്പർ പ്ലസ് ദ സെയിം നമ്പർ. ഓക്കെ ഓക്കെ, പോട്ടെ. വെയിറ്റ്, ഇപ്പം ഇത് 6 ഡിജിറ്റ് ഉള്ള ഒരു നമ്പറായി മാറിയിരിക്കുകയാണ്. സോ ഞാൻ നോക്കിക്കൂടെ? ഞാൻ സ്റ്റെപ്സ് റീട്രേസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇപ്പം ഞാൻ പറയുന്ന ഓരോ ആൻസറും ശരിയാണോ നോക്കണം. ഞാൻ പറയുന്ന ഓരോ സ്റ്റെപ്പും. അത് കാൽക്കുലേറ്റർ പറ്റുമോ ബാക്ക് പോകാൻ വേണ്ടി? നമുക്ക് നോക്കാം. ശരി. 53248. ഓക്കെ. 26624. യെസ്. 13312. യെസ്. 6656. യെസ്. 3328. യാ. 1664. അതെ. 832. വളരെ ശരിയാ. യെസ് യെസ്. 416. യെസ്, കം ഓൺ. യെസ്. 208. യെസ്. 104. കറക്റ്റ്. 52. അതെ, വളരെ ശരി. ബാലചേട്ടൻ ചിന്തിച്ച നമ്പർ 26. 13 ആണ്. 13 ആണ്. സൂപ്പർ. 13 ആണെന്നുള്ളത് നമുക്ക് ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യാം. ബാലചേട്ടാ പ്ലീസ് ഒന്ന് കാണിക്കാവോ? യെസ്, ഇറ്റ്സ് 13. സൂപ്പർ. അത് തിരിച്ചു പോകുക എന്നുള്ളത് ഭയങ്കര സംഭവം. ഇപ്പോഴാണ് ഇതിന്റെ കാര്യം പിടിയിട്ട്. പക്രുചേട്ടാ, ഇനി നമുക്ക് പക്രുചേട്ടൻ്റെ ആണ് നോക്കാൻ പോകുന്നത്. ഒരു നമ്പർ ഓൾറെഡി പക്രുചേട്ടൻ പ്ലക്കാർഡിൽ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് കാൽക്കുലേറ്റർ വഴി നോക്കാം. ഓക്കെ, പക്രുചേട്ടൻ്റെ നമ്പർ, അതായത് ആ 2 ഡിജിറ്റ് ഏതാന്നുള്ളത് ആദ്യം നമുക്ക് നോക്കാം. ഓക്കെ, സോ ദിസ് ഇസ് എ നമ്പർ. ഇനി നമ്മളത് 6 ഡിജിറ്റ് ആകുന്നതിന് വരെ ആഡ് ചെയ്യാൻ പോവാണ്. ഹിയർ വി ഗോ. ഓക്കെ, നമുക്ക് ആ 6 ഡിജിറ്റ് നമ്പർ കിട്ടിയിരിക്കുകയാണ്. യെസ്, നോക്കിക്കോ. റെഡി? യെസ്. 57344. യെസ്. 28672. കറക്റ്റ്. 14336. കറക്റ്റ്. 7168. കറക്റ്റ്. 3584. കറക്റ്റ്. 1792. യെസ്. 896. യെസ്. 448. യെസ്, അടുത്തോണ്ടിരിക്കുകയാണ്. യെസ്. 224. യെസ്. 112. കറക്റ്റ്. 56. സൂപ്പർ. അതെ, 56 എന്നുള്ള നമ്പറാണ് കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. വേറെ കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെ ബാക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈസ് ഗെസിംഗ് ദ നമ്പർ. ആ കറക്റ്റ് കാൽക്കുലേഷൻ, ഗെസിംഗ് ദ നമ്പർ എന്നല്ല, കറക്റ്റ് ആൻസർ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് അതെ, കാൽക്കുലേറ്ററെക്കാട്ട് സ്പീഡ്. അപ്പൊ ഇനി നമുക്ക് ലാസ്റ്റ് ഒരൊറ്റ നമ്പറും കൂടെ ഉള്ളൂ. പക്ഷേ ഇവിടെ ഒരു വ്യത്യസ്തതയുണ്ട്. ഇപ്പൊ നമ്മൾ സ്റ്റെപ്സ് റീട്രേസ് ചെയ്യുക. അതെ, ഇവിടെ ചെയ്യാൻ പോകുന്നത് നാദിർഷിക്ക എഴുതിയ നമ്പർ. നമ്മൾ സ്കൂളിലൊക്കെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ പഠിക്കാറുണ്ട്. സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നാദിർഷിക്ക എഴുതിയേക്കുന്ന നമ്പർ 9 എന്നാണെങ്കിൽ
ഞാൻ 3 എന്ന് പറയണം. കാരണം 3 സ്ക്വയർ square ആണ് ആണ്, അതെ. 9. അപ്പം 9 എന്ന് പറഞ്ഞാൽ ഞാൻ 3 എന്ന് പറയണം. ഓക്കെ. അത് ശകുന്തളാദേവി മാഡത്തിന്റെ ഷോസിലൊക്കെ മാഡം ചെയ്തുകൊണ്ടിരുന്നത് ക്യൂബ് റൂട്ട് ആയിരുന്നു. ക്യൂബ് റൂട്ട്. അതായത് 3 തവണ മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പോൾ 5 × 5 × 5 125 എന്ന് മാഡത്തിനോട് പറഞ്ഞാൽ മാഡം തിരിച്ച് 5 എന്ന് അങ്ങോട്ട് പറയും. ഓക്കെ. പക്ഷെ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് സ്ക്വയർ റൂട്ട് അല്ല, ക്യൂബ് റൂട്ട് അല്ല, 4th റൂട്ട് അല്ല, 5th റൂട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതെന്നെ സംഭവം. അതായത് ഒരു നമ്പറിനെ 5 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ആ 5 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ ആയിരിക്കും സ്ക്രീനിൽ വരുന്നത്. ആ നമ്പർ നോക്കിയിട്ട് നാദിർഷിക്ക അവിടെ എഴുതിയിരിക്കുന്ന നമ്പർ ഏതാണെന്ന് ഞാൻ അങ്ങോട്ട് പറയും. അതായത് ഇത്രയും നേരം നമ്മൾ ആഡ് ചെയ്ത് പോവാണെങ്കിൽ ഇനി ഇക്കയുടെ നമ്പർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. അതും 5 ടൈംസ് 5 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യും. 5 ടൈംസ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു 6 ഡിജിറ്റ് തൊട്ട് 10 ഡിജിറ്റ് വരെയുള്ള ഒരു നമ്പർ ആയിരിക്കും അവിടെ തെളിയാൻ പോകുന്നത്. യെസ്, അതിന്റെ റൂട്ട് ആയിരിക്കും നമ്മൾ ഞാൻ പറയാൻ 5th റൂട്ടാണ് പറയുന്നത്. അയ്യോ. ഓക്കെ, ലെറ്റ്സ് സീ. ഇക്ക എഴുതിയിരിക്കുന്ന 2 ഡിജിറ്റ് നമ്പർ ഏതാന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഇതാണ് നമ്പർ അല്ലേ? ഓക്കെ, ഞാൻ നോക്കിയോടെ? ഇല്ല, നമ്മൾ ഫൈനൽ ആയിട്ടില്ല. ഞങ്ങളൊന്ന് കാൽക്കുലേറ്റർ മനുഷ്യന്മാരെ യൂസ് ചെയ്യുക, ഒന്ന് ചെയ്ത് തീർത്തോട്ടെ. 5 ടൈംസ് ആയി. ഓക്കെ, നോക്കിയോടെ? യെസ്. 5th റൂട്ടായി. ദിസ് ഈസ് ലൈക്ക് ഫോൺ നമ്പർ പോലെ ഒരു വലിയ നമ്പറാ. 9 ഡിജിറ്റ് കിട്ടിയോ? നാദർഷിക്ക ചിന്തിച്ച നമ്പർ 45 ആണോ? ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് ഇവിടെ നിന്നിട്ട് ഞാനൊന്ന് ഒബ്സർവ് ചെയ്യായിരുന്നു. അതല്ല നമ്പേഴ്സ് ഞാൻ ഇങ്ങനെ. വിചാരിച്ചതേ ആ, ഇതുപോലെ തന്നെ ഞങ്ങളോട് പറഞ്ഞ പോലെ എണ്ണ ഇങ്ങനെ പറഞ്ഞു വരുമെന്ന് വിചാരിച്ച് അത് കിട്ടാഞ്ഞിട്ട് ആലോചിക്കാന്നാ വിചാരിച്ചത്. പക്ഷേ ഇത് കണ്ടോണ്ടിരിക്കുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് പലർക്കും തോന്നുന്ന ഒരു കാര്യം, ആ. ഇത് എന്തെങ്കിലും ഗസ്സിംഗ് ആണോ? അങ്ങനെയൊക്കെ ചിലർ ചോദിക്കാറുണ്ട്, അപൂർവങ്ങളിൽ അപൂർവമായിട്ട്. അങ്ങനെ ഉള്ളവർക്ക് ഉള്ളൊരു ആൻസർ ആയിട്ട് ഞാൻ ഈ ചെയ്ത എൻ്റെ മൈൻഡിൽ ചെയ്ത എന്താ സംഭവം അത് ഞാനിവിടെ ചെയ്ത് കാണിക്കാൻ പോയാ. ഈ സ്റ്റെപ്സ് മുഴുവൻ ഞാൻ കറക്റ്റ് ആയിട്ട് പറയാൻ പോയാ. അതായത് ഇതിപ്പോ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് കറക്റ്റ് ആയിട്ട് പ്രോസസ് ബൈ പറയാൻ പോവുകയാണ്. ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ഓക്കെ, ഇപ്പൊ ഇവിടെ തെളിഞ്ഞ നമ്പർ 184528125 ആയിരുന്നു. അത് അങ്ങനെ ഓർമ്മയില്ല. ഓക്കെ, ആ നമ്പറിലോട്ട് ഞാൻ എങ്ങനെയാണ് എത്തിയതെന്നുള്ളത്. ശരി. ഓക്കെ, നമുക്ക് 45 ആണ് നാദർഷിക ചിന്തിച്ച നമ്പർ. യെസ്. 45 മൾട്ടിപ്ലൈഡ് ബൈ 45 ചെയ്യുമ്പോഴേക്കും 2025 എന്ന് കിട്ടും. 45 × 45 ചെയ്യുമ്പോൾ 2025 എന്ന് കിട്ടും. ശരിയാണ്. ഈ നമ്പറിന് 2025 മൾട്ടിപ്ലൈഡ് ബൈ 45 ചെയ്യുമ്പോൾ 91125 എന്ന് കിട്ടും. അതെ. അതിനെ ഇൻറ്റു 45 ചെയ്യുമ്പോൾ 41000625 എന്ന് കിട്ടും. 41000625. അതെ. അതിന്റെ 45 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1845281225 എന്ന് കിട്ടും. ഇത് വേറെ ലെവലാട്ടോ. ഇത് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ലൈക്ക് യു ആർ ടോട്ടലി ബ്രില്യന്റ്, ജീനിയസ്. സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. ഭയങ്കരമായിട്ട് അന്തം വിട്ടു പോയിരുന്നു. പല മാജിക്കും മെന്റൽസും ഒക്കെ കണ്ടെങ്കിലും ഇതുപോലെ ഈ നമ്പേഴ്സോ അല്ലെങ്കിൽ മാത്സ് കൊണ്ടുള്ള ഒരു എന്താ പറയുക പെർഫോമൻസ് ആദ്യമായിട്ടാണ്. പ്രൊഫഷണലി എന്താണ് ചെയ്യുന്നത്? മാത്സ് ടീച്ചറാണ്. ഒബ്വിയസ്ലി ആണല്ലോ. എവിടെയാണ് പഠിപ്പിക്കുന്നത്? ഞാൻ ഓൺലൈനായിട്ടാണ് എൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയാണ് ഞാൻ നടത്തുന്നത്. അതിൻ്റെ കൂടെയാണ് ഞാൻ മൈൻഡ് കാൽക്കുലേഷൻ്റെ ക്ലാസ്സസ് പഠിപ്പിക്കുന്നത്. ഓക്കെ, പെർഫോമൻസ് എനിക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം നിൽക്കാനെ പരിചയപ്പെടണം എന്നുള്ളത്. സാധിച്ചു. അതെ, കാരണം എൻ്റെ റോൾ മോഡലാണ് നിൽക്കാൻ. ഓ സൂപ്പർ. താങ്ക് യു. അന്ന് വന്നപ്പോൾ പറഞ്ഞു എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ആദ്യമായിട്ടാണ് ഒരു ബുദ്ധിയുള്ള ആൾ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അതിലേറെ സന്തോഷം. ഓക്കെ, കൊള്ളാം, നല്ല കാര്യം. പക്രു ചേട്ടാ. ഗിന്നസ് വിവേക്, താങ്ക് യു ചേട്ടാ. ഒരുപാട് സന്തോഷം. കാണാൻ പറ്റിയില്ല, പരിചയപ്പെടാൻ പറ്റിയില്ല. ഇതൊരു അത്ഭുതം തന്നെയാണ്. ഞാൻ അജിൻ ചേട്ടനെ പരിചയപ്പെട്ടിട്ടുള്ളത് നമ്മൾ ഒരു 6 വർഷങ്ങൾക്ക് മുമ്പ് ആലപ്പുഴയിൽ ഒരു ഹൗസ് ബോട്ടിൽ വെച്ച് നമ്മൾ നമ്മുടെ പരിപാടിയിൽ അന്നുണ്ടായിരുന്നല്ലേ നമ്മുടെ സംഘടനയുടെ ഓപ്പണിംഗ്. അതെ. അന്ന് ഗിന്നസ് ഇല്ലായിരുന്നു. ഇപ്പൊ ഗിന്നസുമായി. എല്ലാ ആശംസകളും. വളരെ മനോഹരമായിരുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ എനിക്കും നമ്പർ തരണം. കാരണം എന്റെ മോൾക്കും ചിലപ്പോൾ അത് ഉപകാരപ്പെട്ടെന്നിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ നമ്പർ മേടിക്കും. ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും കൂടുതൽ റെക്കോർഡുകൾ കരസ്ഥമാക്കട്ടെ. എല്ലാ ഭാവുകങ്ങളും. ഓക്കെ, ചേട്ടാ. ഇല്ല, എനിക്ക് വളരെ വളരെ സന്തോഷമുള്ള ഒരു കാര്യം പറയാന്. ഐ എം സീയിങ് എ റിയൽ ടാലൻറ്റ് ഹിയർ. ആത്മാർത്ഥമായിട്ടുള്ള ഒരു ടാലൻറ്റ്. ഇത് ദൈവത്തിൻ്റെ ഒരു ഗിഫ്റ്റാണ് നിങ്ങൾ കിട്ടിയിരിക്കുന്നത്. യു ഹാവ് ടു ഇംപ്രൂവ് യുവർ ടാലൻറ്റ്. ഇനിയും ഇത് മേലിലേക്ക് കൊണ്ടുപോകണം. ഒരു ദിവസം വരും നമ്മുടെ നാടേ നിങ്ങളെ കണ്ടിട്ട് എന്താ പറയുക, ദേ വിൽ ഫീൽ പ്രൗഡ് അബൌട്ട് യു. ദൈവം തന്ന ഗിഫ്റ്റാണ്, മുമ്പോട്ട് പോകും. താങ്ക് യു സോ മച്ച്. അപ്പൊ ബാലചേട്ടാ, ഇപ്പൊ നമുക്കൊന്ന് അടുത്ത് വന്നൊരു ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് സന്തോഷമായിട്ടൊക്കെ പിരിയാം. ഓക്കെ, യെസ് പ്ലീസ്.
ലണ്ടൻ ക്ലാസിക് നൽകുന്ന മറ്റൊരു സമ്മാനം.